ബിജുപിയുടെ ന്യൂമറോളജി എന്തോ ന്യൂമറോളജി അറിയാവുന്നതിനാണ് അറിയാമല്ലോ. ന്യൂമറോളജി പ്രകാരം മാളവികാടി ഇവന്റെ ചാരത്തിക്ക് എന്റെ കൊച്ചിന് മാളവിക ബിജു നിട്ടാലെ കുഴപ്പം. അതുകൊണ്ട് മാളവിക ഡി, എന്റെ പേര് ദീപ, അതായത് മാളവിക ഡി എന്നിട്ട് പിന്നെ ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പം ബന്ധമെല്ലാം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോ അവനുടനെ മാളവിക ബിജു ആയി. എന്റെ മാള് 10 പഠിക്കുമ്പോ മാളവിക ഡി മാളവിക ബിജു ആയി. ന്യൂമറോളജി പ്രകാരമുള്ളതൊക്കെ മാറി, ന്യൂമറോളജി അങ്ങ് മാറി. എന്തോ ന്യൂമറോളജി ആണോ കുറിച്ചാ? അങ്ങനത്തെ ഒരു ന്യൂമറോളജി ആദ്യമായിട്ട് കേൾക്കുക. ഒത്തിരി കള്ളക്കഥകളായിട്ട് നടക്കുക, കള്ളന്റെയും കള്ളക്കണ്ണികളെല്ലാം. കുറെ കണ്ണികളും കള്ളന്മാരും ഇങ്ങനെ നടക്കുക, കണ്ടവരെ പീഡിപ്പിച്ച് തിന്നുന്ന കണ്ണികളും കള്ളന്മാരും. മാളവികാടി ഇപ്പൊ മാളവിക ബിജു ആയി തെളിവിന്റെ ഇരിപ്പുണ്ട്. 2 ആധാറ്, മാളവികാടി എന്നുള്ള ആധാറും മാളവിക ബിജു എന്നുള്ള ആധാറും ഇരിപ്പുണ്ടല്ലേ ഇത്. കള്ളൻ ബിജു പി കള്ളൻ, മുറുകള്ളൻ മുറുകള്ളൻ നടച്ചു കഴിഞ്ഞ മുറുകള്ളൻ. എന്റെ സ്വർണം 103 നശിപ്പിച്ചത്. എന്റെ കാർ ലക്ഷങ്ങൾ എടുക്കുമായിരുന്നു. എല്ലാ എന്തുവാ കാർ വെച്ച് ഓരോരോ ലക്ഷം രൂപ വീതം എടുക്കുക. ഏതോ അവർക്ക് ഇങ്ങനെ എന്തുവാ ഹണി ട്രാപ്പുകാരിക്ക് കൊടുക്കാനേതോ ഹണി ട്രാപ്പുകാരിക്ക് കൊടുക്കാൻ എടുക്കുക. എല്ലാം അറിയാം ഏതോളാന്നുള്ളത്. ഇത്രയും പൈസ അടിക്കാൻ കഴിയാത്തവർക്ക് കൊടുക്കാനായിട്ട് എന്റെ കാറും സ്വർണ്ണവും എല്ലാം കൊണ്ടുവച്ച വിടായിരുന്നു 103 പവൻ. അവനങ്ങ് വെച്ചിരിക്കുകയായിരുന്നു ബാങ്കിൽ സ്ഥിരം. ബാങ്കിൽ സ്ഥിരം വെച്ചിരിക്കുകയായിരുന്നു അവൻ. 103 പവൻ എന്റെ കുടുംബത്തിനെ നശിപ്പിച്ചവൻ. അത് നശിപ്പിച്ചത് അതിന് വസ്തു വഴിയും പിടിച്ചു പറിക്കണം ഇവന്മാർക്കെല്ലാം കൂടെ. എന്റെ 146 സെന്റ് സ്ഥലവും വീടും നശിപ്പിക്കണമെങ്കിൽ അതിന് തുടങ്ങിയിരിക്കുക. സമാധാന ബന്ധത്തിലെ കുറെ ഒരുമാരും പിന്നെ ഒരു അവന്റെ പേര് മോഹൻ സിംഗും കുറെ അവന്മാര്. പിന്നെ വടക്കേലൊരു ഒരവളുണ്ട്, സൽപ്പകവല്ലി, അവളുടെ ഒരു മലപ്പുറത്തുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കുരുടൻ. അവനെല്ലാം വേണ്ടി എന്റെ സ്വത്ത് തട്ടിപ്പറിക്കണം. അതിങ്ങനെ തുടങ്ങിയിരിക്കും അടുത്തത്. സ്വത്ത് തട്ടിപ്പറിക്കാൻ തുടങ്ങിയിരിക്കും അടുത്തത്. സ്വത്തൊന്നും അറിയില്ല അങ്ങോട്ട്. ഈ സ്വത്ത് വേണം ഇവന്മാർക്ക്. സ്വർണം 130 നശിപ്പിച്ച ഇവന്മാര്. എന്റെ കാറും സ്വർണ്ണം എല്ലാം നശിപ്പിച്ച ബിജുപി എന്ന് പറയുന്ന കുടുംബത്ത് കയറി. നീ എന്റെ വസ്തു നശിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തുടങ്ങിയിരിക്കുക. വസ്തു 2020 നശിപ്പിക്കാൻ നോക്കി എന്റെ കയ്യിലെല്ലാം പിടിച്ചു പറിക്കാൻ. പക്ഷെ നടന്നില്ല. മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു എന്റെ പ്രമാണമല്ല. ഇപ്പോഴും പ്രമാണമാണ് ഡൽഹിയില്ല. ഇതൊന്നും ഇല്ല എന്റെ പ്രമാണമൊന്നും. ഞാൻ ഡൽഹി വെച്ചിരിക്കുക എന്റെ പ്രമാണമൊക്കെ. അമ്മ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവന്മാരെ ഇവിടെ വന്ന് നിൽക്കുമെന്നവരുടെ പ്രമാണമൊന്നും കൈവയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ട് കള്ള കൂട്ടമായിമാര് കയ്യൊപ്പിച്ചെടുക്ക, തള്ളവരന്ന് വലിച്ചെടുക്ക. പിന്നെ തള്ളയെന്ന് പറയുന്ന എന്തുവാ അവന്റെ പേര് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന്റെ പെണ്ണുമ്പിള്ള സൽസഹവല്ലിയുടെ ഒരു ചേട്ടത്തിയുടെ പിടിച്ചു പറിക്കാനായിട്ട് കോടതി കേസായിരുന്നു. എന്തായാലും അവർക്ക് ഗുണമായിട്ട് തിരിച്ചങ്ങൾ നടക്കുക. ഇവരിങ്ങനെ കണ്ടവന്റെ പിടിച്ചു പറിക്കാനായിട്ട് നടക്കുക. ഇങ്ങനെ എന്റെ മോനെ പാദയാത്ര ചെയ്യുവഴി വിടുന്നത് പലപ്പോഴും ഇതാക്കിയിട്ടുണ്ട്. എന്റെ കുറെ ഡ്രാമകള് നടക്കുക ഡ്രാമയുമായിട്ട്. ആദ്യത്തെ ദിവസം മുതൽ അങ്ങനെ രോഗമായിരുന്നു ബിജുപിക്ക്. ആദ്യത്തെ ദിവസം മുതൽ നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെടി അത് ചോദിക്കുന്നത്. നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെടി ആദ്യത്തെ ദിവസം ചോദിക്കുന്നത്. അല്ല ക്രിക്കറ്റ് ഡ്രാമയാ, ക്രിക്കറ്റ് ഡ്രാമ ചോദിക്കുന്നത്. എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെടി നീ? അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ പീഡനം. അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ പീഡനം. 10ാമത്തെ ദിവസം എന്നെ അടിയെന്ന് തുടങ്ങി. എന്റെ പറഞ്ഞ തുണി തയ്ച്ചില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ തുണി വാങ്ങിച്ചു കൊടുത്തത്. അത് തയ്ച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ തുടങ്ങി 10ാമത്തെ ദിവസം. അത് കുറെ നടത്തിയതാ ബിജുപി എന്ന് പറയുന്നത്. നമ്മള് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മള് പോകാതിരിക്കാൻ. നിന്റെ 2 ലക്ഷം പൂര നീ വരുവോടി? നിന്റെ കാറിന് ഞാൻ ബാങ്കിലിടും. നീ വരുവോ പ്രാക്ടീസ് ചെയ്യാൻ? അങ്ങനെയാണ് നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ റൗഡികളെല്ലാം കൂടെ നോക്കിയത് അന്ന് മുതല്. നിന്റെ 2 ലക്ഷം പൂര പറയുന്ന 2 ലക്ഷം പൂര താഴത്തെ അവൻ താഴത്തെ ബിജുപി അവനാ. പക്ഷെ കുറെ ക്രെഡിറ്റ് ചെയ്ത് സീത വക്കീൽ എന്ന് പറയുന്നത്. സീത നിങ്ങളെ ഇവിടുന്നതിനെ കെട്ടും. സീത ഇവിടുന്ന് ഞാൻ നിങ്ങൾക്കെങ്ങനെ അറിയാം എന്നെ ഇവിടുന്നതിനെ കെട്ടുമെന്ന്. പക്ഷെ ഇതെല്ലാം ഭയങ്കര സ്ക്രിപ്റ്റാ. നമ്മളെ ഇതുപോലൊക്കെ ആക്കിയെല്ലാം നശിപ്പിക്കാന്, നമ്മളെല്ലാം പിടിച്ചു വരച്ച് നശിപ്പിച്ച് നാണക്കല്ല് വെച്ച് വരുത്തി ഇതെല്ലാം പിടിച്ചു വരച്ച് ശരിയാക്കാന് വീട്ടുകാരുടെ സാമർത്ഥ്യമായി ഇതെല്ലാം. അച്ഛൻ വീട്ടുകാരെ അമ്മ വീട്ടുകാരെയുള്ള ഇതായിരുന്നു ഇവന്മാരുടെ പ്ലാനും പദ്ധതി. ഒന്നാമത്തെ വർഷം കൊണ്ട് രാജമ്മയുടെ അരീക്കരക്കാരനാണ് വന്ന് ചോദിക്കുന്നത്.
അവളെ അച്ഛൻ ജനാർദ്ദൻ എന്ന് പറഞ്ഞവന്റെ ഭാര്യ മരിച്ചപ്പം ഇനി കൊണ്ടുവന്ന് നടക്കാൻ കണ്ടല്ലൂര് അവിടെ കൊണ്ടുവന്നപ്പോഴാ പരീക്ഷക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. അയ്യോ ഒരു വർഷം ആയേ ഉള്ളൂ ബിജുപിയെ കല്യാണം കഴിച്ച. അയ്യോ കൊച്ചു ഡിവോഴ്സ് ആയില്ലയോ? അപ്പൊ എന്നെ കല്യാണം കഴിച്ച ഡിവോഴ്സ് ചെയ്യാനാ? നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ ആൾക്കാരെന്ന് ചോദിക്കും അരീക്കരക്കാർ രാജമേടെ മൗരി രാജമേടെ ആൾക്കാർ ഡിവോഴ്സ് ആയില്ലയോ? ഞാൻ അഭിഷേക് എന്താ ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന് ഇപ്പോഴൊക്കെയോ മനസ്സിലായത്. രാജമ്മയുടെ തനിക്കുണവും സ്വഭാവവും ഒക്കെ മൗരി രാജമ്മ തനിക്കുണവും സ്വഭാവം ഒക്കെ മനസ്സിലായപ്പോഴേ ഇപ്പൊ മനസ്സിലായത്. ഇവളുമാർ ഒത്തിരി നോക്കി. കൃഷ്ണ നീ ഇവളുമാരുടെ അടിവേര് തീരണം. അടിവേര് ഈ കണ്ണികളെ എങ്ങോട്ട് മുൻകണ്ണികൾ. കൊണ്ട് അവരെ ഉണ്ടാക്കിക്കാൻ നിന്നെ കൊണ്ട് പിടിച്ചു പറിക്കാൻ സ്വത്ത് പിടിച്ചു പറിക്കാൻ നടക്കുക. സ്വത്ത് പിടിച്ചു പറിക്കാൻ ഞാൻ എന്നെ നോക്കാൻ പോകില്ല. ഞാൻ പറയാൻ നെഞ്ചുകൊട്ടാണ്. ഞാൻ എന്റെ അഞ്ചെന്ന് പറഞ്ഞ നെഞ്ചുകൊട്ടാണ്. എന്താ ചിലവർക്ക് നെഞ്ചുകൊട്ടന് ഞാൻ കവയെ പഠിക്കണ എന്റെ അച്ഛനെന്ന് പറയുമ്പോ ഇപ്പൊ നെഞ്ചുകൊട്ടാണ്. കവയെ പഠിക്കാൻ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ചിലവർക്ക് നെഞ്ചുകൊട്ടാണ്. ഞാൻ പറയും എന്റെ അച്ഛൻ കവയെ പഠിക്കരുത്. എന്റെ അച്ഛനാ കവയെ പഠിക്കും. അവർക്കടി രോഗം ഇത്ര ഏതൊക്കെ അടിക്കുന്ന രോഗം എന്റെ അച്ഛൻ കവയെന്ന് പറഞ്ഞാല്. ഒത്തിരി രോഗങ്ങളുണ്ട് അവളുമാർക്ക്.